ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ദിലീപ് ലാലേട്ടൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബബ്ബബ്ബ. മോളിവുഡിന്റെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് സിനിമ ഗോകുല മൂവീസ് നിർമ്മിച്ച സിനിമ തിയേറ്ററുകളിൽ ആദ്യ ദിവസം മുതൽ തന്നെ പല അഭിപ്രായങ്ങൾ നേടിയെടുത്താണ് തിയേറ്ററുകളിൽ മുന്നേറുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ ബുക്ക് മൈ ഷോയിലെ പ്രതീക്ഷ ലെവൽ ടിക്കറ്റ് വിൽപ്പനയുമായിട്ടാണ് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴത്തെ ശനിയാഴ്ച പോലും സിനിമയ്ക്ക് മണിക്കൂറിൽ 5000-ന് മുകളിലല്ല 6000-ന് മുകളിലെ ടിക്കറ്റുകൾ വരെ കഴിഞ്ഞ മണിക്കൂറിൽ സിനിമയ്ക്ക് വിറ്റഴിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഞായറാഴ്ച പോലും സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമല്ലാത്തൊരു കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ബബ്ബബ്ബ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ 3 ദിവസങ്ങൾ കൊണ്ട് 30 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണല്ലോ ബബ്ബബ്ബ. ആദ്യ 3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ ഈ വർഷത്തെ ചില പ്രധാനപ്പെട്ട അഭിനേതാക്കളുടെ പ്രധാനപ്പെട്ട സിനിമകളുടെ ഫൈനൽ കളക്ഷൻ ബബ്ബബ്ബ മറികടന്നിരിക്കുകയാണ്. ബബ്ബബ്ബയ്ക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മാസ് മലയാളം സിനിമയായിരുന്നല്ലോ വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് നായകനായി എത്തിയ സിനിമ നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ നേടിയെടുത്തത്. ഫൈനൽ കളക്ഷൻ ഇനിയും വരാത്ത സിനിമ 9 കോടി രൂപ പോലും കളക്ഷൻ നേടിയെടുത്തിരുന്നില്ല. അപ്പോൾ വിലായത്ത് ബുദ്ധയുടെ ആകെ കളക്ഷൻ ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ ബബ്ബബ്ബ എന്ന സിനിമ മറികടന്നിരിക്കുകയാണ്. അങ്ങനെ പൃഥ്വിരാജിന്റെ സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടന്ന ബബ്ബബ്ബ പിന്നെ മറികടന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ്. അതിലൊന്ന് ബസൂക്കയാണെങ്കിൽ മറ്റൊന്ന് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണ്. കഴിഞ്ഞ ദിവസം OTT റിലീസായ ഡൊമിനിക്ക 20 കോടി ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മാസ് ആക്ഷൻ സിനിമ മമ്മൂട്ടിയുടെ ബസൂക്ക 25 കോടി ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ഈ പരാജയപ്പെട്ട 2 മമ്മൂട്ടി സിനിമകളെയും ബബ്ബബ്ബ എന്ന സിനിമ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് മറികടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കും മുന്നോട്ടുള്ള പാതയിൽ ബബ്ബബ്ബ എന്ന സിനിമ ഏതെല്ലാം സിനിമകളെ ഇനിയും മറികടക്കുമെന്ന് അറിയുവാനായിട്ട് കേൾക്കുവാനായിട്ട്.